തന്നാനെ താനേ നാനേ തന്നാനെ താനാനേ തന്നാനെ താനേ നാനേ തന്നാനെ താനാനേ തദൈരാ തന്നാനെ താനേ നാനേ തന്നാനെ താനാനേ തന്നാനെ താനേ നാനേ തന്നാനെ താനാനേ തദൈരാ തന്നാനെ താനേ നാനേ തന്നാനെ താനാനേ. എന്തൊരു ചൂടല്ലേ ഈ സമയത്ത് ഇത്രയും ചൂട്. അപ്പോൾ ഇനി 2 മാസം കൂടി കഴിഞ്ഞ് എന്തായിരിക്കും? മൂട് മാറ്റി. ഗ്രാമസഭ കൂടി ഉണ്ടല്ലോ. പാലക്കാട് ചൂടിനേക്കാൾ കൂടുതൽ ചൂടാണ് ഇവിടെ ഇലക്ഷൻ ചൂട്. നമസ്കാരം. നമ്മുടെ ഈ പാലക്കാട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ 70% ആൾക്കാരും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രതികരിച്ചിരിക്കുന്നത് LDF ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ LDFകാർ MP തന്നെ LDFന് ഉറച്ച കോട്ട എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ പാലക്കാട് ഇതുവരെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ LDFന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചൂട് ഇവിടെ വളരെയധികം കൂടിയിരിക്കുകയാണ്, സൂര്യാഘാതം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് LDFൻ്റെ മുമ്പിലുള്ളത്? ഒരു പാർലമെൻറ്റ് മെമ്പർ എന്ന നിലയ്ക്ക് ഒരു പ്രദേശത്തിലെ കാർഷിക മേഖല പരിപൂർണമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമല്ല. ഇല്ല. ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ 2ാം UPA ഗവൺമെൻറ് തികച്ചും ജനവിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടും പിന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് അവസാനം കൊണ്ടുവന്നിട്ടുള്ള വിജ്ഞാപനവും, കരട് വിജ്ഞാപനം. അതുകൊണ്ട് ഒരു MP എന്ന നിലയ്ക്ക് ഒരു മണ്ഡലത്തിലെ കാർഷിക മേഖല പരിപൂർണമായി പ്രോത്സാഹിപ്പിക്കാനും ഇടപെടാനും പരിമിതിയുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന UPA ഗവൺമെൻറ്റാണ്. തികച്ചും ആഗോളവൽക്കരണ നയം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതിൻ്റെ ചില പരിമിതികളുണ്ട്. എങ്കിൽ പോലും MP ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള കുടിവെള്ള പദ്ധതികൾ, അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളെല്ലാം MP എന്ന നിലയ്ക്ക് MP രാജേഷ് നടത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള MP നടത്തിയിട്ടുണ്ട്. അപ്പോൾ MP എന്ന നിലയ്ക്ക് പക്ഷേ കേരളത്തിലിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റാണല്ലോ ഭരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ കാർഷിക ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംസ്ഥാന ഗവൺമെൻറ് കാർഷിക രംഗത്ത് ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ ഈ പാലക്കാട് ജില്ലയിലും കേരളത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടാ, നമുക്കിവിടെ വെള്ളം കൂടി മുട്ടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ വെള്ളം കൂടി എങ്ങനെയുണ്ട്? നമ്മളെ സംബന്ധിച്ച് ഒരു MP എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന ഭരണത്തിൽ ഉപരിയായിക്കൊണ്ട് നമുക്കത് കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പിടിച്ചു വാങ്ങുന്ന ആളായിരിക്കണം MP എന്ന് പറയുന്നത്. അതിപ്പോൾ ഞാൻ പോയാലും സാറ് പോയാലും ആരവിടെ പോയിരുന്നാലും 5 കോടി രൂപ ഒരു MPക്ക് കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഒരു കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുക എന്ന് പറയുന്നത് ഒരു വാർഡിൻ്റെ ഉള്ളിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കലല്ല. നമ്മളെ സംബന്ധിച്ച് ആ MP എന്ന നിലയ്ക്ക് MP രാജേഷ് ഒരു പൂർണ്ണ പരാജയമാണ്. കാരണം BJPയുടെ എന്താണ് പേരെന്താ? മണിയുണ്ട് ചേട്ടാ. നമുക്കിവിടെ അറിയാം ഈ പ്ലാച്ചിമട സമരം അങ്ങനെയുള്ള സമരങ്ങളൊക്കെ നടത്തി. ഇപ്പം ഇവിടെ ഈ ചൂട് കൂടുന്നതും അവിടുത്തെ വെള്ളമൂറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ട് എന്ന് ആലോചിക്കുന്നുണ്ടോ? ഇത് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളം ഊറ്റിയെടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള കുടിവെള്ള പ്രശ്നത്തിന് ഭൂമിയിലുള്ള ഈർപ്പം മുഴുവൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കാൻ ഈ പദ്ധതി ഒഴിവാക്കി പോകാനുള്ള ജനങ്ങളുടെ ആവശ്യം അത് ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ ഈ കാലഘട്ടത്തിൽ 1ാം UPA സർക്കാരും 2ാം UPA സർക്കാരിലെ ബന്ധപ്പെട്ട MP ആളുകൾ അതിന് സപ്പോർട്ട് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ കുടിവെള്ള പ്രശ്നങ്ങളാണ് ശരി, കാർഷിക മേഖലയ്ക്ക് കിട്ടാവുന്ന വെള്ളത്തിൻ്റെ പ്രശ്നത്തിലാണ് ശരി, അത് തീർത്തും അവരുടെ സംവിധാനം തീർത്തും പരാജയമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണോ പാലക്കാട്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം കേരളത്തിൽ അക്കൗണ്ട് തുറക്കും. പാലക്കാട് തുറക്കണം എന്നാണ് BJPക്ക് ആഗ്രഹം. പക്ഷെ അതിന് സമ്മതിക്കില്ല. ഇവിടുത്തെ ഇടതുപക്ഷം വലതുപക്ഷവും ചേർന്നുകൊണ്ട് BJPയെ ഒതുക്കിക്കളയാനുള്ള സംവിധാനത്തിനാണ്. ഇതുപോലെ നമ്മുടെ വെൽഫെയർ പാർട്ടിയുടെ ആളാണല്ലോ, നമ്മളെയും ഇതുപോലെ ഒതുക്കുന്ന സമീപനമുണ്ടോ? അങ്ങനെ ഒതുക്കിയാൽ ഒതുങ്ങുന്ന നിലപാടല്ല നമ്മൾ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ LDFൻ്റെയും കോൺഗ്രസിൻ്റെയും വിജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ വെൽഫെയർ പാർട്ടിക്ക് സാധിക്കും. നിങ്ങൾ പിടിക്കുന്ന വോട്ടായിരിക്കും ഒരുപക്ഷെ ഒരു പാർട്ടിയുടെ പരാജയത്തിന് കാരണം അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പിടിക്കുന്ന വോട്ടായിരിക്കും ഒരു പാർട്ടിയുടെ വിജയത്തിന് കാരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഏത് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത്? ധാർമ്മികമായ മൂല്യങ്ങൾ വെച്ചുകൊണ്ട് ആ അഴിമതിക്കും
മദ്യത്തിനും എതിരായിക്കൊണ്ട് നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ഓക്കെ ചേട്ടാ, നമുക്ക് ചർച്ചയിലേക്ക് വരാം. ഒരു നിഷ്പക്ഷ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പറയാമോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എഴുന്നേറ്റുന്നോ? മൈക്ക് കേട്ടിട്ടെ ഉറക്കെ പറഞ്ഞോ. പറ. അഴിമതിക്കും വർഗീയക്കും എതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഈ വർഷത്തെ ലോക്സഭ തെരഞ്ഞെടുപ്പ്. അഴിമതിക്കും വർഗീയക്കും എതിരെയുള്ള തെരഞ്ഞെടുപ്പാണ്. അത് മാത്രമല്ല, ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത നമ്മുടെ ബാലറ്റ് പെട്ടിയിൽ അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ നിഷേധ വോട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നിഷേധ വോട്ട് സംഭവമുണ്ട്. പക്ഷേ ഇന്നത്തെ യുവതലമുറ വളരെയധികം ഇന്നത്തെ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ഈ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളോടുള്ള ഒരു വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്ന യുവതലമുറ നിഷേധ വോട്ട് കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഴിമതി ഈ യുവാക്കളിൽ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് അഴിമതിയും വർഗീയതയും കണ്ടുകൊണ്ട് നിഷേധ വോട്ടിന് ചേട്ടൻ്റെ അഭിപ്രായത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ ആർക്കായിരിക്കും കൂടുതൽ? MP രാജേഷ് വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ 1,00,000 മേലെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഇതിനോട് എതിർപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹം ഈ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഈ മണ്ഡലത്തിൽ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒന്നും ചെയ്തില്ല വെച്ചാൽ വഴിനീളെ ബസ് സ്റ്റോപ്പുകൾ കെട്ടിവെച്ചിരുന്നല്ലാതെ പറയത്തക്ക രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനവും അവിടെ സൂര്യതാപം ഉള്ളതുകൊണ്ടാണ് ബസ് സ്റ്റോപ്പ് തീർച്ചയായും. ആകെ ഒരു എണ്ണപ്പെട്ട ബസ് സ്റ്റോപ്പുകളുള്ള ഈ ബസ് സ്റ്റോപ്പുകൾ കാണാച്ചാൽ വെച്ചൊന്നുമല്ലാതെ പറയത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനവും അദ്ദേഹം കാഴ്ചവെച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവർ പറഞ്ഞ പോലെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നല്ല വാഗ്മിയും MLAയും MP-യും മന്ത്രിയും ഒക്കെ ആയിരുന്ന ഒരു പത്രത്തിൻ്റെ ഉടമയുമായിരുന്ന MP വീരേന്ദ്രകുമാർ വൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഈ പാലക്കാട് നിയോജകമണ്ഡലം പിടിച്ചെടുക്കുമെന്ന്. ഈ പാലക്കാട് നല്ല കോൺഗ്രസ്സുകാരില്ലാത്തതാണോ വയനാട്ടിനോട്? ഒരു മിനിറ്റ് അങ്ങനെ പാലക്കാട് ആളുകളിലാണോ VS അച്യുതാനന്ദൻ മലമ്പുഴയിൽ പാലക്കാട് വന്നു നിന്നത്? അത് ശരിയാണ്. ഓരോ കാലത്തും ബിജു ഏത് പാലക്കാടുകാരനല്ലോ. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ജില്ലയിലും പോലും ചില ആ നാട്ടുകാരുണ്ടാവില്ല. കാരണം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ ഇത് വന്നത് എന്തുകൊണ്ട് വെച്ചാല് സീറ്റ് വിവരത്തിന്റെ പ്രത്യേകതയുണ്ട്. ഘടകകക്ഷിക്ക് ഒരു സീറ്റ് വേണം നിർബന്ധം പിടിച്ചു. അപ്പോൾ എല്ലാ ആളുകളും കൂടി ശരി എന്താ നമ്മുടെ അല്ലല്ല തോൽക്കുന്ന സീറ്റല്ല, ജയിക്കുന്ന സീറ്റ് കൊണ്ടാണ് കോൺഗ്രസ്സുകാര് ഈ ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ MP വീരേന്ദ്രകുമാറിനെ വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിക്കും. ഇനീഷ്യലാണത്. അല്ലാതെ ഇപ്പൊ അത് MP അല്ല, ഇനിഷ്യലാണ് MP വീരേന്ദ്രകുമാർ. വികസനത്തിന്റെ കാര്യത്തിൽ ഈ രാജ്യത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ അവർ നേരിട്ട് നടത്തിയ സർവേയിൽ ഇന്ത്യൻ പാർലമെന്റിലെ കേരളത്തിലെ 20 MP-മാരിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ച MP-യാണ് ഇടതുപക്ഷത്തിന്റെ MP. 101% ഫണ്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിനകത്തിൽ വിനിയോഗിച്ച ആളാണ്. പിന്നെ ബസ് സ്റ്റോപ്പ് കെട്ടുക എന്ന് പറഞ്ഞ ഒരു MP ഫണ്ടിന്റെ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഓരോ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ മണ്ഡലത്തിലെ മുഖ്യ വിഷയമായ കുടിവെള്ള പ്രശ്നത്തിന് സഖാവ് MP രാജേഷിന്റെ ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകൾക്കുള്ള കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ എല്ലാ വികസന കോച്ച് ഫാക്ടറി ഇവിടെ സ്ഥാപിച്ചു. പക്ഷെ അത് ഒന്നുമായില്ല എന്നാണ് പൊതുവെ ഉള്ളൊരു ആക്ഷേപം. തുടങ്ങിയോട് തന്നെ നിൽക്കുന്നു എന്നുള്ള അഭിപ്രായമുണ്ട്. എന്താണ് തുടങ്ങിയോട് തന്നെ നിൽക്കുന്നു എന്ന അഭിപ്രായത്തിന് കാരണം നമുക്കറിയാം. VS വിജയരാഘവൻ MP ആവുന്ന കാലത്താണ്, നേരത്തെ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് പാലക്കാടിന് ഒരു കോച്ച് ഫാക്ടറി എന്ന ഇതിനു വേണ്ടി. ശരിയാണോ? അവിടെ പഞ്ചാബിലേക്ക് പ്രഖ്യാപിച്ചപ്പോൾ VS വിജയരാഘവന് ഹിന്ദി അറിയില്ല, VS അച്യുതാനന്ദൻ ഇംഗ്ലീഷും അറിയാൻ പാടില്ല. അതുകൊണ്ട് സഖാവ് NN കൃഷ്ണദാസിനും ഹിന്ദി അറിയും, ഇംഗ്ലീഷ് അറിയും, എല്ലാ ഭാഷയും അറിയുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞു വന്നത് വിജയരാഘവന്റെ കാലത്താണ് ഈ കാര്യത്തിന് വേണ്ടിയുള്ള തുടക്കം കുറിച്ചത്. പാലക്കാടും ലൂധിയാനയിലും 2 എണ്ണം സാങ്ഷൻ ചെയ്യുന്നതിന്റെ നടപടിയുമായിട്ട് അത് പഞ്ചാബിൽ ആയിക്കോട്ടെ, പഞ്ചാബിലേക്ക് പറഞ്ഞതാണ്. ഇല്ല, ഈ രാജ്യം എന്ന് പറയുന്നത് പഞ്ചാബും കേരളവും ഉൾപ്പെടുന്ന 27 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ പ്രശ്നം അതല്ല. പഞ്ചാബിലേക്ക് ഈ സാധനം പോയി എങ്കിൽ പാലക്കാട് അത് കിട്ടാതെ വന്നത് അതിനുശേഷം വന്ന MP-മാരുടെ കൊള്ളരുതായ്മ കൊണ്ടാണ്. 10 വർഷം കേന്ദ്രം ഭരിച്ചത് UPA ഗവൺമെന്റ് ആണ്. അപ്പൊ UPA ഗവൺമെന്റിന് എന്തുകൊണ്ട് ആ പാലക്കാട് കോച്ച് ഫാക്ടറിക്ക് വേണ്ടിയിട്ട്
നല്ലൊരു തുക വകയിരുത്താനും അതിന് തുടങ്ങാനും സാധിക്കും. അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എം പി രാജേഷ് എന്ന സഖാവ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കിട്ടുന്ന 5 കോടി ചെലവഴിക്കുക എന്നല്ലാതെ കേന്ദ്രത്തിൽ ഒന്നാം UPA സർക്കാരിനെ താങ്ങി നിർത്തിയത് മുഴുവൻ മാസ്റ്റർ തീർത്തും തെറ്റാണ്. കാരണം എന്താണ് കേട്ടാ, ഈ വികസനം കൊണ്ടുവന്നത് ഇപ്പൊ കോച്ച് ഫാക്ടറി പോയി, അതിന്റെ പ്രത്യുപകാരപരമായിട്ടാണ് ഈ കോച്ച് ഫാക്ടറി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി. കാരണം പാലക്കാട് ഡിവിഷൻ കളഞ്ഞു പോയല്ലോ. വിഭജിച്ച് തമിഴ്നാട്ടിൽ കൊണ്ടുപോയിരുന്ന അത് പോയിട്ട് അതിന്റെ ഉപകാരമായിട്ടാണ് നമ്മൾ കോച്ച് ഫാക്ടറി കൊണ്ടുവരുന്നത്. പക്ഷെ കോച്ച് ഫാക്ടറി ഇല്ല. ഇവിടുത്തെ എംപിന്റെ ഏറ്റവും നെറുകെട്ട ഒരു സംവിധാനം അങ്ങനെയല്ല. കാരണം ഇതിന്റെ ഈ കോച്ച് ഫാക്ടറി പോകാൻ കാരണം അത് ആ രീതിയിൽ പോയി. കാരണം MP അതിന്റെ പാർലമെന്റിൽ ശ്രമിച്ചില്ല. അവർക്ക് അതിന്റെ കഴിവുകാരാണ്. ഇവിടെ കോൺഗ്രസ്സുകാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒരു വാഗ്ദാനം നൽകിയത് കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കേരളമാകെ തേനും പാലും മുഴക്കുമെന്നാണ്. 8 കേന്ദ്രന്മാരും പിന്നെ ഇവിടെ തേനില്ല. അതുപോട്ടെ 9 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ട് 9 കേന്ദ്രമന്ത്രിമാർ സോണിയാഗാന്ധി പറഞ്ഞ് പുച്ഛമടക്കിയിരിക്കാനല്ലാതെ കേരളത്തിൽ ഒരു പ്രദേശത്തും ഒരു വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. വിഴിഞ്ഞം പദ്ധതി അവതാളത്തിലാണ്, ചേർത്തലയിലെ പദ്ധതി അവതാളത്തിലാണ്. അങ്ങനെ കേന്ദ്രം പ്രഖ്യാപിച്ച ഒരു പദ്ധതിയും വല്ലാർപാടം പദ്ധതി അവതാളത്തിലാണ്. അപ്പോൾ ഒന്നും കിട്ടാതെ വെറുതെ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലേക്ക് വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള തട്ടിപ്പാണ് കോൺഗ്രസ് കേന്ദ്രത്തിലും കേരളത്തിലും നടക്കുന്നത്. കോച്ച് ഫാക്ടറി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടോ, വെള്ളം സുലഭമാണെന്ന് പറഞ്ഞുകൊണ്ടോ വെള്ളം കിട്ടുന്നു? വെള്ളം കിട്ടാത്ത ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഈ കുടിവെള്ള പ്രശ്നം ഇവിടെ ഈ പഞ്ചായത്തിൽ വന്നിട്ട് വർഷങ്ങളായി. ആ സംവിധാനത്തിൽ 3.5 കോടി രൂപയാണ് ഈ പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഈ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിരിക്കുന്നത്. 3.5 കോടി രൂപയാണ്. ഒരു ഗ്ലാസ് വെള്ളം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കുട വെള്ളം പോലും ഈ നാട്ടിലെ മങ്കര പഞ്ചായത്തിൽ മുഴുവൻ ജനങ്ങൾക്ക് കുടിവെള്ള ദാഹം തീരാൻ വേണ്ടി ഇതുവരെ നടന്നിട്ടില്ല. 3.5 കോടി രൂപ ചെലവാക്കി 3.5 കോടി രൂപ ചെലവാക്കിയത് ആ ഒരു കുടിവെള്ള പ്രശ്നം ഇവിടുന്ന് ഞാവളിങ്കടവ് പദ്ധതി തുടങ്ങുന്നത്. സാറേ ഇത് കേൾക്കാം. ഞാവളിങ്കടവ് കുടിവെള്ള പദ്ധതി തുടങ്ങുന്നത് ഈ സംവിധാനത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ വീട്ടുകളിലേക്കും ഒരു 10-20 കുടുംബം വെച്ചിട്ട് ഓരോ ബോറിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ 3.5 കോടി രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ജലക്ഷാമം ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസിനോട് CPM-നോടാണ്. രണ്ടുപേരുടെ ചോദിക്കാനുള്ളത് കോൺഗ്രസിനോട് CPM-നോടും. വെൽഫെയർ പാർട്ടിയാണോ? ആം ആദ്മി കോൺഗ്രസിനോട്. ലോക്സഭ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നതാണ് ഈ 2 കക്ഷികളും. പക്ഷേ കേന്ദ്രത്തിൽ എത്തുന്ന സമയത്ത് ഒന്നിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതാണ് ഇത്തവണ അവസ്ഥയെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോരെ മതി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് UDF ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 6 മാസക്കാലം കൊണ്ട് ഈ കുടിവെള്ളം എല്ലാ വീടുകളിലും എത്തിക്കും എന്നാണ്. എന്തോ ഔപചാരികമായി അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞു, 1 കൊല്ലം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ജനങ്ങൾക്ക് ഇത്ര വെള്ളം കൊടുക്കാനുള്ള പരിപാടി ചെയ്തിട്ടും ജനങ്ങൾ മാറ്റിക്കുത്തി. 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു. ആ 1 വർഷക്കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷമായിട്ടും വെള്ളം കൊടുക്കുന്നില്ല. കൊടുക്കുമ്പോ ഇപ്പൊ സംസാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ LDF-ന്റെ ആളുകൾ വെള്ളം കൊടുത്തിട്ടാണ് 3 വർഷം കാത്തിരിക്കണം വെള്ളത്തിന്. 3 വർഷക്കാലം കാത്തിരിക്കേണ്ട. ഈ പദ്ധതി പൂർത്തീകരിച്ച് അതിന്റെ പണി പൂർത്തീകരിച്ച് വെള്ളം കൊടുക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 വർഷക്കാലം കാത്തിരിക്കേണ്ട വെള്ളം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ, ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പണി നിർത്തി പോകണം. മറുപടി പറയാം സാർ. ഇത്രയും ബൃഹത്തായ വലിയൊരു കുടിവെള്ള പദ്ധതി കൊണ്ടു നടത്തുക എന്നുള്ളത് വളരെ പിന്നെ ദുഷ്കരമായ അല്ലെങ്കിൽ പ്രയാസമുള്ള ഒരു കാര്യമാണ്. പറയട്ടെ കുടിവെള്ള പദ്ധതി ഗുണഭോക്തൃ സമിതിയെ ഏൽപ്പിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റി ഗവൺമെന്റ് ഉത്തരവായി. ഈ ഇങ്ങനെ ഒരു കുടിവെള്ള പദ്ധതി വാട്ടർ അതോറിറ്റിയോ സർക്കാരോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഏറ്റെടുക്കാൻ തയ്യാറില്ല. ഇത്രയും വലിയ കുടിവെള്ളം അതുകൊണ്ട് തന്നെ ഗുണഭോക്തൃ സമിതിയെ വിളിച്ചുകൂട്ടി 9 അംഗ സമിതിയിലെ ഈ LDF എന്ന് പറയുന്ന അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ ഈ കുടിവെള്ള പദ്ധതിയിലെ ഈ സമിതിയെ പിന്നെ പൂർത്തീകരിക്കാൻ കഴിയാതെ ഇവർ രാജിവെച്ചു പോയി. അതായത് ഈ സമിതിയിൽ നിന്ന് വിട്ടുപോയി. ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ LDF-ന്റെ സഖ്യകക്ഷിയായിരുന്ന RSP ഇപ്പോ കോൺഗ്രസ് മുന്നണിയിലേക്ക് പോയി. ആ ഒരു കൊഴിഞ്ഞുപോക്ക് അത് നമ്മൾ സംസാരിച്ചല്ലോ. ഇത്രയും സംസാരം നടത്തി, കുടിവെള്ളത്തെ പറ്റി ഇത്രയും സംസാരിച്ചു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അപ്പൊ RSP നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്നും മുന്നണി മാറി വേറെ മുന്നണിയിലേക്ക്. അത് എത്രത്തോളം ഈ പാലക്കാട് വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്? 0% പോലും RSP-യുടെ സ്വാധീനം ഈ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇല്ല. അത് മാത്രമല്ല, ഇപ്പോ
UDF സ്ഥാനാർത്ഥിയായിരിക്കുന്ന MP വീരേന്ദ്രകുമാറിന്റെ പാർട്ടി ഈ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു കടുകുമണി പോലും ഇല്ലാത്തൊരു പാർട്ടിയാണ് ജനതാദൾ MP വീരേന്ദ്രകുമാർ. RSP എന്ന പാർട്ടി തികച്ചും അവസരവാദപരമായ നിലപാടെടുത്തുകൊണ്ടാണ് UDF പാളയത്തിലേക്ക് പോയത്. നമ്മളെല്ലാവരും നേരത്തെ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒരു LDF യോഗത്തിൽ പോലും പങ്കെടുക്കാതെ RSPയുടെ നേതാക്കന്മാർ കോൺഗ്രസുമായിട്ടുണ്ടാക്കിയ കോൺഗ്രസിന് വലിയ പരിചയമുണ്ടല്ലോ, ശെൽവരാജിനെയൊക്കെ വലിച്ചിട്ടില്ല. അതുപോലെ വലിയ ഇടപെടൽ നടത്തി മുൻകൂട്ടിയുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പ്രേമേന്ദ്രനെ പോലെയുള്ള ആളുകൾ എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിക്കുക. കഴിഞ്ഞ 2-2.5 വർഷക്കാലമായി കോൺഗ്രസിന്റെ ആളുകൾ സരിതയ്ക്കെതിരെയും ഉമ്മൻചാണ്ടിക്കെതിരെയും കോൺഗ്രസിന്റെ ഈ സരിത അതുപോലുള്ള പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന കോൺഗ്രസിന്റെ MLA-മാർക്കെതിരെയൊക്കെ വലിയ ചാനലുകളിലും മറ്റുമൊക്കെ ചർച്ച നടത്തിയിട്ടുള്ള ഒരു ഇടതുപക്ഷ നേതാവായിരുന്നു അയാളുടെ രാഷ്ട്രീയ നിലപാട് എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ പറയുക. അതുകൊണ്ട് തന്നെ RSP ലെവൽ കുറച്ചെങ്കിലുമുള്ള കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ സാധാരണ സഖാക്കൾ RSPയിൽ നിന്ന് പരിപൂർണമായി വിട്ടുകഴിഞ്ഞു. RSP മുന്നണി വിട്ടു പോയത് ആരുടെ പിടിപ്പുകളാണെന്നുള്ളത് സംസ്ഥാനത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സഖാവ് പറയണ്ടായി, പിന്നെ വലിച്ചാ പോകുന്ന സെൽവരാജിനെ വലിച്ചോണ്ടുപോയി. ഈ വലിച്ചാ കൊണ്ടുപോകുന്ന ആളുകൾ മാത്രമാണ് LDF ഉള്ളത് എന്നാണ് ഇപ്പൊ ഫലത്തിൽ അറിയാൻ കഴിയുന്നത്. കാരണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂടെ വരാൻ ഇനിയും MLA-മാരുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ. കാരണം LDF-ന്റെ പിടിപ്പുകേട് 15 സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ 5 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പോയി. അവിടെ മുന്നണിക്കാർക്കോ അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാർക്കോ നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അവർ ചാടാതെ എന്ത് ചെയ്യും? അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ജയമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സഖാവാണ്, അതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവും ഇല്ല. പക്ഷേ തിരിച്ചൊരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, യാതൊരു തർക്കവും വേണ്ട. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 20 സീറ്റിലും UDF സ്ഥാനാർത്ഥികൾ ജയിച്ചു വരും. കാർഷിക ഗ്രാമമായ പാലക്കാട് ജില്ലയിലെ മാസങ്ങളായി നെല്ല് അളന്നിട്ടും സർക്കാർ 1 രൂപ പോലും ഒരു അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടില്ല. പൈസ കൂട്ടി 19 രൂപ ആക്കി എന്ന് പ്രഖ്യാപനം വന്നതല്ലാതെ ഉമ്മൻചാണ്ടി ഒരിക്കലും 18 രൂപയല്ലാതെ 19 രൂപ കൊടുക്കുന്നില്ല. മൊറട്ടോറിയം പ്രഖ്യാപിച്ചു കർഷക വായ്പകൾക്ക് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ് ബാങ്കുകൾ മുഴുവൻ കർഷകരുടെ വീട്ടിൽ ജപ്തി നടപടിയായിട്ട് പോവുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് പറയാനുള്ളത്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുന്നു. നെല്ലിന് താങ്ങുവില പ്രഖ്യാപിച്ച 19 രൂപയിൽ 1 രൂപ ഇതുവരെ കൊടുത്തിട്ടില്ല, അല്ലേ? 1 രൂപ ഒന്നും കൊടുത്തിട്ടില്ല. സഖാവ് അച്യുതാനന്ദന് അധികാരം ഇറങ്ങി പോകുമ്പോൾ നെല്ലിന്റെ താങ്ങുവില എത്രയാണ്? 15 രൂപയായിരുന്നു, അല്ലെ? കാർഷിക മേഖലയ്ക്ക് 19 രൂപയാക്കിയെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കൊടുക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ്. നെല്ല് അളന്ന ആളുകൾക്ക് മുഴുവൻ ഇന്നലെ വരെയുള്ള ചരിത്രത്തിൽ കൊടുത്തു തീർത്തിട്ടുണ്ട്. ഈ മാർച്ച് 30 അത് കൊടുത്തിരിക്കും. കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ 7 രൂപ 5 പൈസയായിരുന്നു വില, നെല്ലിന്റെ വില. അത് LDF ഗവൺമെന്റ് 15 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. രാസവിള വില വർധന കൊണ്ടാണെന്നാണ് പറയുന്നത്. സബ്സിഡി ഇല്ലായ്മ ചെയ്തില്ലേ? ഒരു മിനിറ്റ് ഇവിടെ 20 MP-മാരെ UDF ജയിച്ചു പോകുന്നു പറഞ്ഞല്ലോ. 20 ആള്. കഴിഞ്ഞ തവണ ഇവര് പറഞ്ഞെന്താ? കേരളത്തിലും കേന്ദ്രത്തിലും ഒരേ ഗവൺമെന്റ് ഭരിച്ചാൽ കേരളം ആകെ രക്ഷപ്പെടുന്നതാണ് ഇവർ പറഞ്ഞത്. കഴിഞ്ഞ തവണ 16 MP-മാർ UDF-ന്റെ ഡൽഹിക്ക് പോയി, 8 കേന്ദ്രമന്ത്രിമാർ പോയി. AK ആന്റണി, സോണിയാഗാന്ധി കഴിഞ്ഞ 2ാം സ്ഥാനക്കാരാണെന്നാ പറഞ്ഞത്. കേരളത്തിൽ എന്ത് നേടിയ? കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് നേടി? കോച്ച് ഫാക്ടറി. 16 MP-മാർ പാർലമെന്റിലായിട്ട് കോച്ച് ഫാക്ടറി നേടിയെടുക്കാൻ ഈ കോൺഗ്രസിന്റെ MP-മാർ കഴിഞ്ഞ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായില്ല. ഇവിടെ മുഖ്യമായി ചർച്ച വരേണ്ടത് വെള്ളം, അതുപോലെ പരിസ്ഥിതി, അതുപോലെ കൃഷി, വൈദ്യുതി, അതുപോലെ അട്ടപ്പാടിയിലുള്ള പ്രശ്നങ്ങൾ, ശിശുമരണം. അല്ലാതെ വെറും കോൺഗ്രസോ മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല. ജനങ്ങളുടെ ശിശുമരണത്തെ പറ്റി പറയും. എന്താണ് പറയാനുള്ളത്? അട്ടപ്പാടിയിൽ പോഷകാഹാരക്കുറവുണ്ട്, പിന്നെ മരണം. 50-60 വർഷം ആയിട്ടും ഇതുവരെയും അട്ടപ്പാടിയിൽ അവരുടെ മുഖ്യമായ കാര്യങ്ങൾ എത്രയോ കോടികൾ അവിടെ ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ഏറ്റവും ആദിവാസികളെ ഒരു പാവപ്പെട്ട ആൾക്ക് പോലും അത് കിട്ടുന്നില്ല. ശിശുമരണത്തെ പറ്റി ചോദിച്ചപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു മന്ത്രി പറഞ്ഞത് അവിടുത്തെ മദ്യപാനാസക്തി കൊണ്ടാണ് ശിശുമരണം ഉണ്ടാകുന്നത്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഇപ്പൊ നമ്മൾ മുഖ്യമായ കാര്യങ്ങൾ വിട്ടുപോകുന്നു. ഈ പഞ്ചായത്തിൽ മാത്രമല്ല, നമ്മൾ പാലക്കാട് ജില്ലയിൽ നടക്കുന്ന ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. മാറി 65 കൊല്ലമായി സ്വാതന്ത്ര്യ കോൺഗ്രസും LDF-ഉം UDF-ഉം UPA എല്ലാം വഹിക്കുന്നു. ഇവർക്ക് എന്തെങ്കിലും ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ? വയലാണ്. നമ്മൾ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതലായി കൃഷി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, ചെറുകിട കൃഷിക്കാരാണ്. അതിനു മുന്നേ 18 പഞ്ചായത്തിൽ, കൂറ്റനാട് മുതൽ 18 വാളയാറ് വരേക്കും 18 പഞ്ചായത്തിൽ കൂടി 26 മീറ്റർ വീതം സ്ഥലം എടുത്തുകൊണ്ട് ഗെയിൽ എന്ന പരിപാടിയിൽ പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ടോ, ഗ്യാസ് പൈപ്പ്. ഇതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ
ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഇത് അപകടമാണ്, ആപത്താണ് എന്ന് പറഞ്ഞില്ല. അതേ സമയത്ത് ഇന്ന് വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ ഫലമായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നുണ്ട്. ഇവിടെ CPM മത്സരം ജയിച്ചു, 20 സീറ്റിലും കേരളത്തിൽ ജയിച്ചു. കേന്ദ്രത്തിൽ എന്താണ് നിലപാടെടുക്കാൻ പോകുന്നത്? BJPയും കോൺഗ്രസും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. രണ്ട് മുതലാളിത്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിയാണ്. പിന്നെ മോഡി എന്ന് പറഞ്ഞല്ലോ, മോഡിനെ അദ്വാനി അംഗീകരിച്ചിട്ടില്ല, പിന്നല്ലേ BJP അംഗീകരിക്കണം, നാട്ടുകാർ അംഗീകരിക്കണം. ഇത് വഴിവിട്ട് പോകരുത്, പറയുന്നതിന് മറുപടി പറയണം. കാരണം വെച്ചാൽ ഈ പാലക്കാട് ജില്ലയിൽ മാത്രമല്ല, പാലക്കാട് ജില്ലയിലത്തെ ഈ കൃഷിക്കാര് പോകുന്നതിന്റെ വേദന എന്താണെന്നുള്ളത് LDFോ UDFോ ആരായിക്കോട്ടെ അത് ഭരണാധികാരികൾ പറയേണ്ടതാണ്. ഒന്ന്. രണ്ടാമത്, ഇവിടെ മനുഷ്യർ കാർന്ന് തിന്നുകൊണ്ട സ്വൈരീതം നശിക്കുന്ന പരിപാടിയാണ് മദ്യനയം. മദ്യനയത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അത് പാടില്ല, നിർമ്മാർജ്ജനം ചെയ്യണം പറയാനുള്ളത്. ഞാൻ ചോദിക്കാൻ പോകുന്നത്, കോച്ച് ഫാക്ടറിക്ക് തറക്കല്ലിട്ടത് ഇവിടെയാണ്, കോട്ട മൈതാനത്താണ്. അതുപോലെ കായിക താരങ്ങൾക്ക്, ഒരുപാട് കായിക താരങ്ങൾ സംഭാവന ചെയ്ത പാലക്കാട് കായിക താരങ്ങൾക്ക് മത്സരിക്കാൻ പോകാൻ കോച്ച് പോയിട്ട് ഒരു സീറ്റ് പോലും കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെതിരെ ആർക്കാണ് ആരാണ് പറയും ഈ കാര്യത്തിൽ? അതായത് MP രാജേഷ് എന്ന് പറയുന്നത് പൂർണ്ണ പരാജയമാണ് പറഞ്ഞത്. ഈ തറക്കല്ലിടുമ്പോൾ ഈ ക്രെഡിറ്റ് മുഴുവൻ എന്റെയാണ് പറഞ്ഞു. ഇപ്പൊ വരാതാകുമ്പോൾ പറയുന്നത് അത് മുഴുവൻ കേന്ദ്രമാണ്. ഈ നേരത്തെ ഇവിടെ ചോദിച്ച മാതിരി തന്നെ ഞാൻ ചോദിക്കണു, 53 സീറ്റിലാണ് ആകെ ഇന്ത്യയിൽ മാർക്സിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത്. സാർ ചോദിച്ച ചോദ്യം ചോദിക്കട്ടെ, മാർക്സിസ്റ്റ് പാർട്ടി ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന പാർട്ടി 53 സീറ്റിൽ മത്സരിച്ചിട്ട് കേന്ദ്രം ഭരിക്കാൻ പോവുകയാണോ? അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ 16 മണ്ഡലങ്ങളിൽ ഉണ്ടായ വികസനം 25 കോടിയല്ല ഉണ്ടായിരിക്കുന്നത്. വയനാട്, കാസർഗോഡ്, ആലപ്പുഴ, തിരുവനന്തപുരം തുടങ്ങിയവിടെയൊക്കെ 100 കോടിക്കണക്കിന് രൂപയുടെ വികസനം. 58 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് LDF മത്സരിക്കുന്നത്. അതിൽ എത്ര സീറ്റ് കിട്ടും എന്നുള്ളത് നമുക്ക് ഇന്ത്യ രാജ്യത്തിലെ വലിയൊരു പാർട്ടിയാണെന്നും CPM അവകാശപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ രാജ്യത്തിലെ ഈ വരാൻ പോകുന്ന 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് ഭരിക്കണം എന്നുള്ള ഒരു നിർണായക പങ്ക് വഹിക്കുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് CPM. ഞാൻ പറയാം, ഈ കോൺഗ്രസിന്റെ ഈ ഒന്നും രണ്ടും UPA ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ദുരന്ത വില ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ ഏറ്റുവാങ്ങിയാണ്. കാരണം ഇപ്പൊ പെട്രോളിന് എന്താ വില, ഡീസലിന് എന്താ വില? ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും ഗ്യാസിന്റെയും ഓരോ അമ്മമാരും പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ മനസ്സിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന്റെ ചിഹ്നത്തോടൊപ്പം അവരുടെ മനസ്സിൽ ഗ്യാസിന്റെ ഒരു ചിത്രം അവരുടെ മനസ്സിലുണ്ടാവും. ഇത്രയും അതുപോലെയല്ല, രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം, രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം ഉണ്ടായത് ഈ രണ്ട് UPA ഗവൺമെന്റ് കാലത്ത്. ഒന്നാം UPA ഗവൺമെന്റ് കാലത്ത് ഇത്തരത്തിലുള്ള നടപടികൾ ഇവരെടുക്കുമ്പോൾ അതിനെ തടയാൻ 61 MP-മാരുടെ ഇടതുപക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പരിധിവരെ തടയാൻ കഴിഞ്ഞു. രണ്ടാം UPA ഗവൺമെന്റിലെ ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇവർക്ക് വേണ്ട. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റാണ് UPA ഗവൺമെന്റ്. ഒരു സംശയം വേണ്ട, ഈ ഇന്ത്യ രാജ്യത്ത് നിന്ന് കോൺഗ്രസ് തൂത്തെറിയപ്പെടും. MP പരാജയം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ചെറുപ്പക്കാരുടെ ഒരു സ്വപ്നമായ കോച്ച് ഫാക്ടറി ഇവിടെ വന്നില്ല. സാധാരണക്കാരന് വേണ്ടി ഒരു ആനുകൂല്യം ഇവിടെ കിട്ടിയില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലക്കയറ്റം ഇവിടെ വന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി ഇവിടെ വന്നു. ജനങ്ങൾ എല്ലാ മേഖലയിലും വളരെ പൊറുതിമുട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ MP അല്ല പരാജയം, 100% UPA ഗവൺമെന്റാണ് പരാജയം. അതിനുള്ള മറുപടിയായിരിക്കും UPA ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് നമുക്കറിയാം. ഇവിടെ അഴിമതിയെ കുറിച്ച് പറഞ്ഞു. മങ്കര പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രസിഡന്റ് ചെയ്ത പറഞ്ഞു വരട്ടെ. ഇവിടെ നിന്ന് തുടങ്ങുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതി. പിന്നെ വിവരാവകാശ നിയമം എന്ന നിയമം ഇതിനെതിരായി കൊണ്ടുവന്നത് UPA സർക്കാരാണ്. സേവനാവകാശ നിയമം കൊണ്ടുവന്നത്. ഇപ്പൊ കാർഷിക മേഖലയിൽ ജനങ്ങളുടെ ആവശ്യം ഗ്യാസിന്റെ കാര്യം പറഞ്ഞല്ലോ. പിന്നെ ഭക്ഷ്യ സുരക്ഷാ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. 1 ഉറുപ്പ്യക്ക് അരി കൊടുക്കുക പിന്നെ കൊടുത്തിട്ടുള്ളത് ആരാണ്? ഇവരാണ്. പിന്നെ ഈ പാലക്കാടിനെ സംബന്ധിച്ച് 2 രൂപയുടെ അരി, 1 രൂപയുടെ അരി 25 കിലോ വെച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്യാസിന്റെ കാര്യത്തിൽ ഞാൻ പറയട്ടെ, ഗ്യാസിന്റെ സബ്സിഡിയോടുകൂടിയുള്ള സിലിണ്ടറുകളാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാടിന്റെ വികസനം ഉണ്ടാവണമെങ്കിൽ യാതൊരു തർക്കവും വേണ്ട. സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ചോദ്യം ചോദിക്കാൻ മാത്രമായിട്ട് 48 ചോദ്യം ചോദിച്ചു, ഉത്തരം എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. അതുമാതിരി 25 കോടി രൂപയിലാക്കി സാറേ, ഇതിന് വേറെ കാര്യമുണ്ട്. എന്താണ് കേട്ടോ, ഇപ്പൊ ഇവരുടെ 2 പക്ഷത്തെ ആളുകളും ഇപ്പൊ ഇവിടെ വികസനം നടന്നിട്ടില്ല എന്നുള്ള പ്രശ്നങ്ങളാണല്ലോ. ഞങ്ങൾ ഇനി അധികാരത്തിൽ വന്നാൽ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹാരം കാണും, യാതൊരു സംശയമില്ല. BJP അധികാരത്തിൽ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നാൽ ഇവരുടെ തൊഴിൽ മേഖല പ്രശ്നങ്ങൾ, കോച്ച് ഫാക്ടറി ഇവർ കല്ലിട്ടിട്ട് പോയിട്ടുണ്ട്. അത് ഗുജറാത്തിൽ വികസനത്തിന്റെ അതിന്റെ ഘട്ടമാണ് ജനങ്ങൾ 3 പ്രാവശ്യം ഗുജറാത്ത് ഞങ്ങൾക്കറിയില്ല, ഇവർക്കറിയാം. കാരണം അബ്ദുള്ളക്കുട്ടി
ഗുജറാത്തിനെ കണ്ട് പഠിക്കുമെന്ന് ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ അബ്ദുൾ കരീം പുറത്തുപോയി. ഇവിടെ ഏതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ മദ്യമാഫിയ, മണൽ മാഫിയ, മറ്റുള്ള മാഫിയക്കാരോട് പൈസ പിരിച്ച് കൊള്ളയടിച്ച് മദ്യം കൊടുത്ത് വിജയിപ്പിക്കുന്ന പാർട്ടികളാണ് ഇവിടെ. അതിനല്ലാത്ത തരത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാർഷിക മേഖലയെ പറ്റി സംസാരിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളുന്നു, പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നമുക്ക് വ്യക്തമാവുന്ന ഒരു ചിത്രം പാലക്കാടൻ രാഷ്ട്രീയം ഇനിയും ചൂടുപിടിക്കുമെന്നുള്ളത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് പറഞ്ഞിരുന്നത് എൻ്റെ കഞ്ഞുകൂടി നടക്കില്ല. ഞാൻ ഏതായാലും വയലിലേക്ക് പോകാൻ പോകുന്നു. നന്ദി, നമസ്കാരം. വട്ടപ്പറമ്പിലൊരു എന്തു പനയുണ്ടേ.